എവിടെ നിന്നാണ് വരുന്നത്? അസ്സലാമു അലൈക്കും. ഒറ്റപ്പാലത്തു നിന്ന് വരികയാണ്. നല്ല വെയിലാണ്. എങ്ങനെയാ ഇവിടെ ഇരിക്കുന്നത്? നമ്മുടെ പരിപാടിയല്ലേ, നമ്മുടെ പരിപാടിയാണ്. പരിപാടി നമ്മുടെ പരിപാടി തന്നെയല്ലേ. അവർ വെയിലുള്ളതിനെന്താ, വെയിൽ എത്ര കൊണ്ടാകും കുഴപ്പമില്ല. നാളെ നരകത്തിൽ എങ്ങനെയായിരിക്കും? മാസറിയാലത്തെ സ്ഥിതി എന്താണ് നമുക്കറിയോ? അറിയില്ല. അപ്പോൾ ഇവിടുത്തെ വെയിൽ കുറച്ച് കൊണ്ടാലും അൽഹംദുലില്ല, ഒരു കുഴപ്പമില്ല. സമസ്തയെ കേൾക്കാൻ വേണ്ടി വന്നു, അതുകൊണ്ട് ഒരു വെയിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു. എപ്പോഴാ എത്തി ഒറ്റപ്പാലത്ത് നിന്ന്? ഒറ്റപ്പാലത്ത് ഞങ്ങൾ സുബൈക്ക് ഇവിടെ എത്തി. സുബൈക്ക് ഇവിടെ എത്തി. ബസ്സിലാണോ, കാറിലാണോ, ട്രെയിനിലാണോ? ബസ്സിൽ ഞങ്ങൾ 49 ആളുണ്ട്. 49 പേരുണ്ട്. ഇപ്പോൾ അധ്യാപകനാണോ, പഠിപ്പിക്കുന്ന അല്ല അല്ലല്ല, എന്ത് ജോലിയാ ചെയ്യുന്നത്? മരമില്ലാണ്. മരവില്ലാണ്. ഇപ്പോൾ മരം ഈർച്ചയാണോ, മരം കൊടുക്കുന്നതാണോ? ഈർച്ചയാണ്. അത് വെട്ടിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണോ? അവിടെ കമ്പനി തന്നെ അങ്ങനെ ഈരും. എത്ര വർഷമാ തൊഴിലെടുക്കുന്നത്? കുറെ കാലമാണ്, ഒരു 50 വർഷത്തിലേറെ. 50 വർഷത്തിലേറെ. അൽഹംദുലില്ലാ, ഇപ്പോഴും ആരോഗ്യത്തോടു കൂടി ഒരു സുഖമില്ല. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒന്നുമില്ല. ഈ വെയിൽ ഇങ്ങനെ കൊണ്ടതുകൊണ്ടാണ് ഇതൊരു. ഇപ്പോഴും മരം ഈരാനൊക്കെ പോകും. മക്കളൊക്കെ പറയില്ലേ, ഒരുപാട് പ്രായമായി, ജോലി എടുത്താല് ആരോഗ്യം ഉണ്ടാവുള്ളൂ. ജോലി എടുത്താൽ ആരോഗ്യം ഉണ്ടാവും. മക്കളൊക്കെ പറയില്ലേ, ഉപ്പ വീട്ടിലിരിക്കുക, ഞങ്ങൾ നയിച്ചു. ഒരു മകൻ കുവൈത്തിലാണ്, കുഴപ്പമില്ല. മോൻ കുവൈത്തിലുണ്ട്. ഒരു മകൻ പൈസയൊക്കെ അയച്ചു തരും. വരാനുള്ള പൈസ അതൊക്കെ ആസ്വദിച്ച് വീട്ടിലങ്ങ് ഇരുന്നോട്ട് എന്തിനാ ഇപ്പൊ പണിക്ക് പോകണം? ഇത് കാണാൻ പറ്റുമോ? ഇത് കേൾക്കാൻ പറ്റുമോ? സമസ്ത നമ്മുടെ സമസ്തല്ലേ. സമസ്തന്റെ പരിപാടിക്ക് പോകാൻ പിന്നെ എന്തിനാ പോവാ? സമസ്ത ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ആയത്. സമസ്ത എല്ലാവരും അങ്ങനെ ആയില്ല. മറ്റു സംസ്ഥാനങ്ങൾ നോക്കി നിങ്ങൾ, കേരള സംസ്ഥാനവും മറ്റു ഇതര സംസ്ഥാനങ്ങളും കൂടി അന്വേഷിച്ച് നോക്കി വെച്ച് നോക്കുമ്പോൾ നാളെ നമുക്ക് സംസ്ഥാന ബലം അറിയുള്ളൂ. ഇത് അനുഭവത്തിൻ്റെ അകതാരിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ സംസാരമാണ്. കാരണം നമ്മളങ്ങനെ പറയുന്ന ഒരു വെറും വർത്തമാനമല്ല. കാരണം വളരെ കൃത്യമായിട്ട് മനസ്സിൽ തട്ടി സമസ്ത എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തോടുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധം, അതാണ് ആ ഹൃദയത്തിൽ നിന്ന്. നമുക്കറിയാം, ചിലപ്പോൾ ഹൃദയത്തിൽ നിന്ന് ആളുകൾ സംസാരിക്കും. അങ്ങനെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.